അണ്ണനെ കണ്ടപ്പോ അണ്ണനും പറഞ്ഞത് ചെക്ക് നിങ്ങളെ നേരിട്ട് ഏൽപ്പിക്കാനാ. എനിക്ക് വിശ്വാസക്കുറവൊന്നും ഇല്ലെങ്കിലേ ഇനി അനുവും നിങ്ങളും ഒക്കെ ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോ അത് കൃത്യതയോടെ ചെയ്യുമെന്നും എനിക്കറിയാം. ആ എന്നാ പിന്നെ രണ്ടാളും ഐശ്വര്യമായിട്ട് ആ ചെക്കങ്ങ് വാങ്ങിച്ചു. എന്തിനാ കൊടുത്തേക്ക്. വേണ്ട ഇന്ദ്ര, ഞങ്ങൾക്കിനി ഇതിന്റെ ആവശ്യമില്ല. ആരുടെയും സഹായം ഇല്ലാതെ എങ്ങനെ ജീവിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ പഠിച്ചു തുടങ്ങി. നീ എന്ത് വർത്തമാനം മോളെ പറയുന്നേ? താമസിച്ചാണെങ്കിലും നിങ്ങൾ ആഗ്രഹിച്ച പോലുള്ള സംരംഭം തുടങ്ങാനുള്ള പണം കയ്യിൽ വന്നതല്ലേ? സന്തോഷത്തോടെ അത് വാങ്ങല്ലേ വേണ്ടത്. അല്ലാതെ തന്നെ ഞങ്ങൾക്കിപ്പോ സന്തോഷം ഉണ്ടെങ്കിലേ. അപ്പൊ പിന്നെ വെറുതെ എന്തിനൊരു ബാധ്യത എടുത്ത് തലയിൽ വെക്കുന്നേ? അല്ല രഘുവേട്ട? അതെ, എന്നാലും ദാസങ്ങളോട് ഇന്ദ്രനോടും നോ പറയണോ അമ്പിളി? നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ അവര് ഇവിടെ വരെ കൊണ്ടുവന്ന് തന്നത്. ഈ ഇഷ്ടം എന്ന് നിലനിൽക്കണമെങ്കിൽ പണം വാങ്ങാതിരിക്കുന്നത് രഘുവേട്ട നല്ലത്. ഇപ്പോ ചെറുതായിട്ടെങ്കിലും നമുക്കൊരു വരുമാനം കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി 25 ലക്ഷം രൂപ മുടക്കി ഒരു ബിസിനസ് ആരംഭിച്ച അതിൽ നിന്ന് ലാഭം കിട്ടാൻ എത്ര കാലം എടുക്കുമെന്ന രഘുവേട്ടന്റെ വിചാരം? അതും ശരിയാ. ഒരു ബിസിനസ് തുടങ്ങാനുള്ള മൈൻഡ് ഞാൻ മനസ്സിൽ നിന്ന് കളയുകയും ചെയ്തു. കണ്ടില്ലേ, രഘുവേട്ടൻ ഇപ്പൊ ഉള്ള ജോലി മതിയെന്ന. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള മനസ്സുണ്ടെങ്കിൽ അത് മതി അങ്കിളെ. മതിയെങ്കിൽ എന്നാ പിന്നെ മതി അല്ല എന്തിനാ? അതെ, അനുവും ഞങ്ങളൊക്കെ ആഗ്രഹിച്ചത് രഘു ഒരു ബിസിനസ്സുകാരനാവണമെന്നാ. പക്ഷേ നിങ്ങളുടെ വഴി തീരുമാനിക്കേണ്ടത് നിങ്ങൾ തന്നെയാ. ആ ദേ രഘുവേട്ട, ഫോണിലെ ഓൺലൈൻ ഓട്ടം വന്നെന്ന് തോന്നുന്നു. വേഗം നോക്ക്. ചന്തമുക്കിന്ന് റെയിൽവേ സ്റ്റേഷൻ വരെയുള്ള ഓട്ടോ. ഓക്കെ കൊടുക്ക് രഘുവേട്ട, ഇന്നത്തെ ആദ്യത്തെ ഓട്ടോ അല്ലേ? എന്നാ പിന്നെ നടക്കട്ടെ രഘു. ജോലി ചെയ്ത് ജീവിക്കാൻ തീരുമാനിച്ചിട്ട് പിന്നെ ജോലി കളയണ്ട. ശരി ഇന്ദ്ര, ഒന്നും തോന്നല്ലേ. തൽക്കാലം ഇങ്ങനെയൊക്കെ അങ്ങ് പോട്ടെ. ആ ആയിക്കോട്ടെ രഘു, ഈ തീരുമാനം നല്ലത് തന്നെയാ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു അങ്കിളെ, പോയിട്ട് വരാം. ഓക്കെ രഘു. അമ്പിളി. ആ അങ്കിളെ, ഞാനും രഘുവേട്ടന്റെ കൂടെ ജംഗ്ഷൻ വരെ ഒന്ന് പോവുക. തയ്ക്കാനുള്ള നൂലൊക്കെ തീർന്നിരിക്കുക. വേറെയും ചിലർ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. ഇന്ദ്രനും അങ്കിളും അകത്തേക്ക് കയറിയിരിക്കും. ശരി മോളെ. രഘുവേട്ട, എന്നെ ആ ജംഗ്ഷനിലേക്ക് ഒന്ന് ഇറക്കൂ. എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്.